നിങ്ങൾ ഇവിടുന്ന് കാശ്മീർ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഏകദേശം എത്ര രൂപ കൈക്കൂലി കൊടുക്കേണ്ടി വരും? കാരണം ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇന്ധനം പ്ലസ് ടോൾ, അതാണ് എൻ്റെ കാൽക്കുലേഷൻ. ഇന്ധനത്തിന് ഇത്ര രൂപ പ്ലസ് ടോളിന് ഒരു 2000 രൂപ, 2500 രൂപ, അതാണ് എൻ്റെ കാൽക്കുലേഷൻ. നമ്മൾ സർവീസിൻ്റെ എമൗണ്ട് നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു 2-3 കാര്യങ്ങളുണ്ട് അതിനകത്തെ. ഈ ലോറി പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ പോകുമ്പം ഇപ്പോൾ ഒരു ലേഡി ഡ്രൈവർ എന്നുള്ള ഇത് വെച്ചിട്ട് പൈസ വാങ്ങാറില്ല, ആരും വാങ്ങാറില്ല. അതുകൊണ്ട് ഈ കാര്യം ആരും മേടിക്കില്ല, പോലീസ് മേടിക്കില്ല, ആർടിഒ മേടിക്കില്ല, ആരും മേടിക്കില്ല. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിയമപരമായിട്ടല്ല എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ ഒരിടത്തും പൈസ മേടിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി ട്രക്ക് ഓടിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു പരിഗണന വെച്ചിട്ട്. പക്ഷേ അല്ലാതെ ഒരാളെ പോകുന്നതെങ്കിൽ ഇപ്പം പിന്നെ ഒരു ഗുണമുണ്ട്, കുറച്ച് കാലമായിട്ട് ഈ ബോർഡർ ചെക്ക് പോസ്റ്റുകളെല്ലാം ഒരുപാട് നിർത്തി. മറ്റേ GST വന്നാൽ അത് സെയിൽ ടാക്സിൻ്റെ, അല്ലാതെ ആർടിഒ ചെക്ക് പോസ്റ്റുകളും കുറവാണ്, ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർടിഒയുടെയൊക്കെ പൈസ കുറവുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ശ്രീനഗർ വരെ പോയിട്ട് വരണമെങ്കിൽ ഒരു വണ്ടി പോയിട്ട് വരുമ്പോൾ ബോർഡറിലെ ചിലവും ആർടിഒയും എല്ലാം കൂടെ തന്നെ ഒരു 10,000 രൂപ 10,000 രൂപയ്ക്ക് മുകളിൽ കൈക്കൂലി മാത്രം. കൈക്കൂലി ആർടിഒയിൽ മാത്രം, രണ്ടായിട്ട് പറയാം, പോലീസിൻ്റെയും ആർടിഒയുടെയും തിരിച്ച് പറയാം. ആർടിഒയ്ക്ക് മാത്രം ഒരു 10 രൂപ 12 രൂപ ഒക്കെ ആകുമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ബോർഡർ ചെക്ക് പോസ്റ്റുകൾ നിർത്തി, അതുകൊണ്ട് അത്രയും പൈസ ആകുകയില്ല. പിന്നെ ഒരു കുറച്ച് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഇപ്പം ആ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയൊക്കെ ചെയ്തില്ലേ, ആ ഒരു ടൈം ഇട്ടിട്ട് അവിടുത്തെ പോലീസിൻ്റെയും പിരിവ് കുറഞ്ഞു. മറ്റേ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ സീസണിൽ ഒരു വണ്ടി ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ കയറി ചെല്ലുമ്പോൾ 200-250 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപ 8,000 രൂപ ഒരു സൈഡിലേക്ക് മാത്രം പോലീസുകാർ പിടിച്ച് മേടിക്കും. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇങ്ങനെ വെച്ചിട്ട് ബാരിക്കേഡ് വെച്ച് പോലീസുണ്ടല്ലോ, അവിടെ എല്ലാം 100-200. പിന്നെ ഡ്രൈവറുടെ കഴിവനുസരിച്ച് 500 ചോദിച്ചാൽ ചിലപ്പോൾ 100-50 അവരോട് സംസാരിക്കാൻ അറിയാമെങ്കിലും പരിചയമുള്ളവരാണെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് പോവാം. ഇല്ലെങ്കിൽ ഓരോരോ കാര്യം പറഞ്ഞ് പൈസ മേടിക്കുക. കൊടുത്തില്ലെങ്കിൽ അവരെന്നെ ചെയ്യും, ഒന്നെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് തല്ലി പൊട്ടിക്കും, ഇല്ലെങ്കിൽ ഡ്രൈവർക്ക് അടി കൊടുക്കും, ഇല്ലെങ്കിൽ വണ്ടി പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വരട്ട് പേടിപ്പിക്കുക. അതാണ് മെയിൻ. അതൊന്നും ചോദ്യം ചെയ്യാൻ ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് വയ്യേ? ഒന്നുമില്ല. ട്രക്ക് ഡ്രൈവർമാരെ അത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ട്രക്ക് ഡ്രൈവർമാരെ എങ്ങനെയാണ് കാണുന്നത്? വലിയ വില്ലൻ ലുക്കിലാണ് കാണുന്നത്. ലോറി ഡ്രൈവർമാരെല്ലാം ഭയങ്കര വില്ലന്മാരാണ്, ഭയങ്കര ഒരിക്കലും അല്ല. അതെന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ സിനിമകളിലും അങ്ങനെയൊക്കെ കാണിച്ചേക്കുന്നത്. ഈ ലോറിയും കൊണ്ട് പോകുന്ന എല്ലാവരും പേടിച്ചാണ് പോകുന്നത്. സ്വന്തം നാട് വിട്ട് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളിൽ കൂടെ പോകുന്നത് എല്ലാവരും പേടിച്ചിട്ടാണ്. ഒരു ബൈക്കുകാരനെ വരെ പേടിച്ചാണ് പോകുന്നത്. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ ചെന്നു, ഒരു ബൈക്കിൻ്റെ സൈഡിലൊന്ന് തട്ടി നേരെ വന്ന് ഡ്രൈവർക്ക് അടി കൊടുക്കുന്നത്, അടി കൊടുക്കുക, ഇല്ല വണ്ടി തല്ലിപ്പൊട്ടിക്കുക, ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് ലോഡ് എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ പേടിച്ച എല്ലാ ഡ്രൈവർമാരും പോകുന്നത് ഒരുവിധമല്ല. പക്ഷേ നമ്മളുടെ എല്ലാം മനസ്സിൽ ലോറി ഡ്രൈവർമാർ ഭയങ്കര വില്ലന്മാരും അങ്ങനെയുള്ള ഒരു അത് വളരെ ചുരുക്കമുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് കൊടുത്തില്ലെങ്കിൽ ഇതാ പറഞ്ഞത്, ഈ പോലീസ് ഇവരെന്ത് ചെയ്യും? ഇവർ വണ്ടി തല്ലി പൊളിച്ചാൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കത്തില്ലേ? അല്ലെ നമുക്ക് വീഡിയോ എടുത്ത് വെക്കത്തില്ലേ? അതൊക്കെ ചെയ്യാം. ഇപ്പം കുറച്ചൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര ഇതായതുകൊണ്ട് ഒരു ചെറിയൊരു മയമുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് അടി കൊടുക്കും, ഇല്ലെങ്കിൽ ഗ്ലാസ് തല്ലി പൊട്ടിക്കും. ഭയങ്കര ശല്യം തന്നെയാണ്. ആണല്ലേ? അതിനൊന്നും അത് നമ്മുടെ ഈ സൗത്തിലല്ല കേട്ടോ. ഞാനീ പറയുന്ന ഓരോ കാര്യം ഈ നമ്മുടെ ഈ സൗത്തിലേക്ക് വിട്ടിട്ട് ഉള്ള ബാക്കി ഏത് സ്റ്റേറ്റിലേക്കുള്ള കാര്യമാണ്. വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഈയിടെ മേഘാലയക്ക് പോയി. മേഘാലയം ത്രിപുരയും കൂടെ പോയതാണ്. ആ മേഘാലയയിൽ പോകുന്നിടത്തെല്ലാം പോലീസ് ഹെഡ് പോസ്റ്റുകളുണ്ട്. അവിടെ ഈ ലോറി കാണുമ്പം അവിടെ യൂണിഫോം ഒരൊറ്റ മനുഷ്യനില്ല. മേഘാലയയിൽ പോലീസിന് യൂണിഫോം ഇല്ല. ചുമ്മാ നമ്മൾ സാധാരണക്കാരെയൊക്കെ പോലെ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ട് നിൽക്കുന്ന എല്ലാവർക്കും വെള്ളം, ഡ്രൈവർമാർക്ക് എല്ലാം വെള്ളം. വണ്ടി അല്ല, ഡ്രൈവർമാരല്ല, സോറി പറഞ്ഞ മാറിപ്പോയി, പോലീസുകാർക്ക്. എന്നിട്ട് വണ്ടി കൈ കാണിച്ച് നിർത്തുക. ചുമ്മാ ഒരു ബില്ല് നോക്കാൻ പോലും ഇവർക്ക് അറിയത്തില്ല. 1,000-2,000 രൂപ ചുമ്മാ ചോദിച്ചേക്കാം. നേരെ നിൽക്കത്തില്ലാത്ത ആൾക്കാർ, നേരെ നിൽക്കത്തില്ല. വേറെ ഗുണ്ടകളും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഒന്നേ ഡ്രൈവർക്ക് അടി കൊടുക്കും, ഇല്ല വണ്ടി തല്ലിപ്പൊട്ടിക്കും. അതൊക്കെയാണ്. ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ.